സോ ഹലോ ഗൈസ്. സോ നമ്മൾ കഴിഞ്ഞ സെഷനിൽ നോക്കിയത് ടേബിൾ എങ്ങനെ വ്യൂ ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കിയത് അല്ലേ. എങ്ങനെ വ്യൂ ചെയ്യാൻ പറ്റുമെന്ന് നോക്കി ആൻഡ് നമ്മൾ ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. പുതിയ ഡാറ്റ ഇൻസേർട്ട് ചെയ്യുക ടേബിളിലേക്ക്. നമ്മൾ നേരത്തെ ഇൻസേർട്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഡാറ്റാ ബേസിൽ തന്നെ ഇൻസേർട്ട് ചെയ്ത് അങ്ങനെയല്ലല്ലോ നമുക്ക് വേണ്ടത്. നമുക്ക് ഇവിടെ നിന്ന് തന്നെയല്ലേ ചെയ്യേണ്ടത്. സോ അതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് സാധാരണ ടേബിൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ കോഡ് PHP കോഡാണ്. നമ്മൾ വേറൊരു പേജിലേക്ക് പോയിട്ട് അവിടെ ആയിരിക്കുള്ളൂ നമ്മുടെ PHP കോഡ് എഴുതണം. ഞാൻ കുറച്ചും കൂടെ ഒന്ന് കാണാൻ നൈസറാക്കാൻ വേണ്ടി നമ്മൾ ബൂട്ട്സ്ട്രാപ്പിന് തന്നെ മോഡൽ എന്നൊരു സാധനമുണ്ട്, അതായിരിക്കും നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് നോക്കാം. സോ ഇതാണ് ബൂട്ട്സ്ട്രാപ്പിൻ്റെ മോഡൽ. നെക്സ്റ്റ് കാണിച്ചുതരാം എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ബട്ടൺ നിൽക്കുമ്പോൾ കണ്ടില്ലേ, ഇതേപോലെ ഒരു മോഡൽ വരും. ഇതേ ആനിമേഷനിൽ എല്ലാം ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ഫുള്ളും ഡാർക്കായിട്ട് ഒരു മോഡൽ പൊന്തി വരും അല്ലേ. നമുക്ക് എന്ത് വേണമെങ്കിലും ഇൻസേർട്ട് ചെയ്യാം. HTML ആണല്ലോ. സോ നമുക്ക് ഇതേപോലത്തെ ഒരു ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളുടെ ക്രിയേറ്റ് കൊടുക്കുക. അതാകുമ്പോൾ കാണാൻ കുറച്ചുകൂടെ നൈസറായിരിക്കും. സോ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് കോഡ് എടുത്താൽ മതി. ഓക്കെ, where is the table? ഓക്കെ, ടേബിളിൻ്റെ മുന്നിൽ ഞാൻ ജസ്റ്റ് കോഡ് ഇട്ട് കൊടുത്തു. ഓക്കെ, ഇറ്റ് ലുക്ക് റിയലി മെസ്സി ആക്ച്വലി. ഇത് നമ്മുടെ മോഡലിൻ്റെ ഡാറ്റ ഇട്ട് കൊടുത്തു. ഓക്കെ, ഞാൻ ലാഞ്ച് ബട്ടൺ ഇവിടെ ഉണ്ട്. ഇതാണ് നമ്മുടെ ക്ലിക്ക് ചെയ്യുന്നുള്ള ബട്ടൻ്റെ കോഡ്. ദെൻ ഇതാണ് നമ്മുടെ മോഡലിൻ്റെ മോഡലിൻ്റെ കോഡ്. ദെൻ ഞാൻ ഇതൊന്ന് അടിയിലേക്ക് പുഷ് ചെയ്തോട്ടെ, കാരണം എല്ലാം കൂടെ ഒന്നിച്ചിരിക്കുന്നതായിരിക്കുമല്ലോ മേലെ കാണാൻ. ഓക്കെ, സോ അത് അടിയിലേക്ക് പുഷ് ചെയ്തു. നമുക്കിത് ഒന്ന് കാണാം, നമ്മുടെ മോഡൽ എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് അറിയാനായിട്ട്. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, ലാർജ് ഡെമോ മോഡൽ നേരത്തെ പോലെ തന്നെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരത്തെ വർക്ക് ചെയ്ത പോലെ തന്നെ സെയിം ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് പേര് മാറ്റാം. നമുക്ക് എന്താ ചെയ്യേണ്ട, ക്രിയേറ്റ് അല്ലേ വേണ്ട, ക്രിയേറ്റ് എന്ന് കൊടുക്കാം. ക്രിയേറ്റ് ന്യൂ പോസ്റ്റ് എന്ന് ഞാൻ കൊടുത്തു. ദെൻ കുറച്ച് മാർജിനൊക്കെ കൊടുക്കാൻ വേണ്ടി നമുക്ക് മാർജിൻ 5 കൊടുത്തു. ദെൻ കണ്ടില്ലേ, കുറച്ച് മാർജിൻ കൊടുത്തു. ഐ തിങ്ക് ടു ഓവറായി പോയി. ബോട്ടം മാത്രം മാർജിൻ കൊടുത്താൽ മതി. ഓക്കെ, മാർജിനും കൊടുത്തു അല്ലേ. അപ്പോൾ നമ്മുടെ ബട്ടൺ റെഡിയായി. ഇനി നമുക്ക് നിൽക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. നമുക്കിതെല്ലാം കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തണം. ലൈക്ക് ഇവിടെ നമുക്ക് ടൈറ്റിൽ വേണം, ഇവിടെ നമ്മളുടെ ഫോം വേണം അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യാവുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈറ്റിൽ മാറ്റിയിട്ട് ക്രിയേറ്റ് ന്യൂ പോസ്റ്റ് ടൈറ്റിൽ കൊടുത്തു. ഓക്കെ, ജസ്റ്റ് സിമ്പിൾ HTML തന്നെയാണ് ഞാൻ ചെയ്യണം. ടൈറ്റിൽ കൊടുത്തു. ആൻഡ് ഇതാണ് നമ്മുടെ ടേബിളിൻ്റെ ബോഡി, മോഡൽ ബോഡി. ഇതാണ് നമ്മുടെ ടേബിളിൻ്റെ ബോഡി. സോ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോം ഉണ്ടാക്കാം നമുക്ക്. സോ ഒരു ഫോം ഗെറ്റ് ആയിക്കോട്ടെ. നമ്മൾ നേരത്തെ പോസ്റ്റിലാണല്ലോ വർക്ക് ചെയ്തത്, ഓതൻറ്റിഫിക്കേഷൻ പോസ്റ്റിലാണ്. നമുക്ക് ഈ വട്ടം ഗെറ്റ് ചെയ്യാം. സോ ഗെറ്റ് അത് ഓക്കെ. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഓക്കെ, സോ -input. സോ നമ്മൾ ഒരു ലേബിൾ ഉണ്ടാക്കി, ജസ്റ്റ് ഒരു ഇൻപുട്ട് ഉണ്ടാക്കി. ആ ഇൻപുട്ടിന് ഒരു ലേബിൾ കൊടുക്കാം. ലേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഓതൻറ്റിഫിക്കേഷൻ ചെയ്ത സെയിം കാര്യങ്ങളായിരുന്നു, വേറെ വലിയതായിട്ടൊന്നും നമ്മൾ ചെയ്യണില്ല. ഓക്കെ, സോ നമുക്ക് ടൈറ്റിലിൻ്റെ ഒരു സ്പേസ് വേണം. ടൈറ്റിൽ അടിക്കാൻ വേണ്ടി ഒരു ഇൻപുട്ട് വേണം. ഓക്കെ, നമുക്ക് ഇതിൻ്റെ നെയിം ടൈറ്റിൽ എന്ന് തന്നെ കൊടുക്കാം. ഓക്കെ, ടൈറ്റിൽ. ദെൻ പ്ലേസ് ഓർഡർ ടൈറ്റിൽ തന്നെ കൊടുത്ത് ദിസ് ഈസ് ദി ബ്ലോഗ് ടൈറ്റിൽ. ഓക്കെ, സ്മോൾ കൊടുക്കാം, വേണമെങ്കിൽ കൊടുക്കാം, വേണ്ടെങ്കിൽ കൊടുക്കണ്ട. ഇസ് നിങ്ങളുടെ പ്രിഫറൻസ് പോലെ ചെയ്തോ. ദെൻ അതേപോലെ തന്നെ
ഞാൻ ടൈറ്റിൽ മാത്രമല്ല നമുക്ക് വേണ്ടത്. നമുക്ക് ടൈറ്റിൽ കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ID ഓട്ടോമാറ്റിക്കലി തന്നെയാണ്, അപ്പോൾ അതൊന്നും നമ്മൾ നോക്കണ്ട. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ സ്പെല്ലിംഗ് വേണം. ദെൻ പ്ലേസ് ഹോൾഡറിൽ ഡിസ്ക്രിപ്ഷൻ നെയിം കൊടുത്തു. നെയിം ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷൻ ഷോർട്ട് ഫോമിൽ എഴുതി. സ്മോൾ കൊടുക്കണ്ട. ഓക്കെ, ഈ വട്ട സ്മോൾ ഇല്ലാണ്ടിരുന്നോട്ടെ. എന്നിട്ട് നമുക്ക് ബി മൈനസ് ടെക്സ്റ്റ് ഏരിയ എന്നൊരു സാധനമുണ്ട്. വലിയ ടെക്സ്റ്റ് ആയിട്ട് നമുക്ക് അടിക്കാനായിട്ട് ഒരു ഫോം ഫീൽഡിന് നമ്മുടെ HTML തന്നെ ഉള്ളതാണ്. അവിടെ നമുക്ക് ബ്ലോഗ് പോസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ പോസ്റ്റ് എന്ന് കൊടുക്കാം. പോസ്റ്റ് എന്ന് നമുക്ക് കൊടുക്കുന്നു. എന്നിട്ട് നമുക്ക് ഈ സ്മോൾ വേണമെന്നില്ല. നമുക്ക് സ്മോൾ കൊടുക്കാം. ഏരിയ ഫോർ യുവർ ബ്ലോഗ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു ഫോം എഴുതി കൊടുത്തു. എന്നിട്ട് നമുക്ക് റീലോഡ് ചെയ്യാം. ഓക്കെ, റീലോഡ് ചെയ്യുമ്പോൾ കണ്ടില്ലേ ഇപ്പോൾ വന്നിരിക്കുന്നു. നോക്കിയേ, ടൈറ്റിൽ വന്നു, ഡിസ്ക്രിപ്ഷൻ ആൻഡ് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഫുള്ളായിട്ട് ഒരെണ്ണം വന്നു അല്ലേ. ആൻഡ് ഇറ്റ് ലുക്ക് നൈസ് അല്ലേ. ഇത് നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ വലുതാക്കാം, ഇഷ്ടമുള്ള പോലെ തന്നെ. അപ്പോൾ 5 കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് വലുതായിക്കോളും, നോ പ്രോബ്ലം. ഓക്കെ, കണ്ടില്ലേ. ഓക്കെ, സ്പേസ് അത്ര ഉണ്ട്. സ്ക്രോൾ ചെയ്ത് കൊടുത്താൽ മതി നിങ്ങളുടെ ഇത്തിരി പണിയുണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് പോസ്റ്റ് ഇതൊക്കെ ആക്കി. ഇനി നമുക്ക് ഇത് വർക്കിംഗ് ആക്കാം. നമ്മുടെ HTML കോഡ് നമ്മൾ ഇപ്പോൾ കോഡ് ചെയ്തിട്ടുള്ളൂ, ഇനി ഇത് വർക്കിംഗ് ആക്കണം. സോ നമുക്ക് അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കിംഗ് ആക്കാനായിരിക്കും. സോ നമുക്കത് അടുത്തത് നോക്കാം.